കേട്ടുകേൾവിയില്ലാത്ത ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് ഒരു യൂട്യൂബ് ചാനലിലൂടെ ഡോക്ടർ രാധാകൃഷ്ണൻ അഴിച്ചുവിട്ടത്. അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെയും FBI മുൻ മേധാവി ജെ എഡ്ഗർ ഹൂവറുടെയും ബില്ലി ഗ്രഹാമിന്റെയും ഒക്കെ പേര് പറഞ്ഞ് അന്താരാഷ്ട്ര ക്രൈസ്തവ മിഷണറിമാരുടെ നിർദ്ദേശപ്രകാരമാണ് ജന്തർ മന്ദറിലെ സമരം നടക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ വാദം തികച്ചും പരിഹാസ്യമാണ്. ഭാരതത്തെ ഒരു ക്രൈസ്തവ രാജ്യമാക്കി മാറ്റാനായി ഈശോ സഭാംഗങ്ങൾ ലോകവ്യാപകമായി ശ്രമിക്കുന്നുവെന്നും അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് പണം വാങ്ങി ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നുവെന്നുമുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അമ്പരപ്പുളവാക്കുന്നതാണ്. തീവ്ര വലതുപക്ഷ നിലപാടുകളിൽ ഊന്നിയുള്ള RSS പ്രത്യയശാസ്ത്ര ലെൻസിലൂടെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഫാദർ ജോർജിന്റെ ലേഖനത്തെ വിശകലനം ചെയ്യുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ സഭയോടും പ്രത്യേകിച്ച് ഈശോ സഭയോടുമുള്ള അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടുകൾ അങ്ങേയറ്റം വികലമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലിഖിത രൂപം തയ്യാറാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ഭരണഘടനാ രേഖകളിൽ ഒപ്പുവെക്കുകയും ചെയ്ത ഫാദർ ജെറോം ഡിസൂസെ പോലുള്ള ഈശോ സഭാ വൈദികരുടെ സംഭാവനകളെ അദ്ദേഹം ബോധപൂർവം തമസ്കരിക്കുന്നു. അർണോസ് പാദ്രി, കോൺസ്റ്റന്റൈൻ ബസ്കി, റോബർട്ട് ഡി നോബിലി, കാമിൽ ബുൽക്കെ തുടങ്ങിയ ഈശോ സഭക്കാർ ഭാരതീയ സംസ്കാരത്തിനും ഭാഷകൾക്കും ഈടുറ്റ സംഭാവനകൾ നൽകിയവരായിരുന്നു, രാജ്യദ്രോഹികളായിരുന്നില്ല. 6 സർവകലാശാലകളും 68 കോളേജുകളും 300-ലേറെ സ്കൂളുകളുമുള്ള ജസ്യൂട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം, ശശി തരൂർ, അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയ പ്രഗത്ഭർ. തങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ ശിഥിലമാക്കാൻ ശ്രമിച്ചവയായിരുന്നുവെന്ന് ഇവരിൽ ആരെങ്കിലും പറയുമോ? മുൻപ് കത്തോലിക്ക സഭയുടെ നിരവധി വേദികളിൽ ഡോക്ടർ രാധാകൃഷ്ണൻ പ്രസംഗിച്ചിട്ടുണ്ട്. സെമിനാറുകളിൽ വിസിറ്റിംഗ് ലെക്ചറുമായിരുന്നു. ഈശോ സഭയിലെ പ്രഗത്ഭനായ തത്വചിന്തകൻ ഫാദർ ജോൺ വട്ടങ്കിയുടെ ന്യായശാസ്ത്ര ഗവേഷണങ്ങളെ ഹൈന്ദവ ചിന്തകരുടേതിനേക്കാൾ മികച്ചതെന്ന് പുകഴ്ത്തിയതും ഇതേ വ്യക്തിയാണ്. അന്ന് ക്രൈസ്തവികതയെ അനുകൂലിച്ച് സംസാരിച്ചിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഇത്തരമൊരു മാറ്റമുണ്ടായതിന് കാരണം എന്തായിരിക്കാം? ഫാദർ MK ജോർജിന്റെ സാമൂഹിക ദർശനങ്ങളെപ്പറ്റിയും നിലപാടുകളെപ്പറ്റിയും യാതൊരു ധാരണയും ഇല്ലാതെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ വിമർശനങ്ങൾ നടത്തുന്നത്. തിരുവനന്തപുരം ലയോള കോളേജ് പ്രിൻസിപ്പലായും ഈശോ സഭ കേരള പ്രൊവിൻഷ്യലായും ഉന്നത പദവി വഹിച്ച വ്യക്തി രാജ്യവിരുദ്ധതയുടെ വക്താവാണെന്ന് എപ്പോൾ മുതലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ തിരിച്ചറിഞ്ഞത്? നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ ഭാവി ഇരുളടഞ്ഞ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും ജീവൻ വെടിഞ്ഞവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നീതി ലഭിക്കണമെന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തെ പോലെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യക്തികളെയെല്ലാം ദേശവിരുദ്ധതയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിലെ യുക്തിഹീനത സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഈശോ സഭാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആഹ്വാനമല്ല, മറിച്ച് അത് അവരുടെ ജീവിത ശൈലിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നിലപാട് അവരുടെ പ്രഖ്യാപിത മുൻഗണനയാണ്. വിദ്യാഭ്യാസത്തിലായാലും സാമൂഹിക സേവനത്തിലായാലും ഈ പ്രതിബദ്ധത പ്രകടമാണ്. ഇത് മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ രാധാകൃഷ്ണൻ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രീയ അടിത്തറയോ തെളിവുകളോ ഇല്ലാത്ത കപടശാസ്ത്രം അഥവാ സ്യൂഡോ സയൻസ് എങ്ങനെയാണോ ശാസ്ത്രമെന്ന വ്യാജേന സമൂഹത്തെ ഗ്രസിക്കുന്നത്, അതുപോലെ തന്നെ വസ്തുതാപരമായി യാതൊരു അടിത്തറയുമില്ലാത്ത ഇത്തരം സ്യൂഡോ നിരീക്ഷണങ്ങളും നിലപാടുകളുമാണ് ജനാധിപത്യ പ്രക്രിയയെ തകർക്കുന്നത്. തികച്ചും അടിസ്ഥാനരഹിതവും എന്നാൽ അപകടകരവുമായ ഇത്തരം അജണ്ടകളെ പൊതുസമൂഹം അത്യന്തം ഗൗരവത്തോടെ തന്നെ സമീപിക്കേണ്ടതുണ്ട്.